Hi dear friends, welcome back to our channel Suji Nolil. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഷർട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കൊരു ബേബി ഫ്രോക്ക് നമ്മൾ വലിപ്പം കുറഞ്ഞു പോയ ഷർട്ടുകളൊക്കെ ഉണ്ടാവില്ല അത് വെച്ചിട്ട് നല്ലൊരു മോഡൽ ആയിട്ടുള്ള ഒരു ബേബി ഫ്രോക്ക് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഷർട്ട് എടുത്തു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് പോക്കറ്റ് റിമൂവ് ചെയ്തിട്ട് എടുക്കുകയാണ്. നമുക്ക് ഇതിന്റെ പോക്കറ്റ് ഒന്ന് തുന്നയിച്ചിട്ട് വരാം. ഒരു പോക്കറ്റ് തുന്നയിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനെ ഇതിന്റെ സെന്റർ ഒന്ന് മടക്കിയിട്ട്, അതായത് 4 ഭാഗമാക്കിയിട്ട് നമ്മൾ സാധാരണ തുണിയൊക്കെ 4 ഭാഗമാക്കി മടക്കില്ലേ, അതുപോലെ ഇതിന് സെന്റർ ഒന്ന് മടക്കി വെച്ചിട്ട് ഈ ഷോൾഡറിന്റെ വെടി നിന്നിട്ട് നമുക്കൊരു 5 അടയാളപ്പെടുത്താം. ശേഷം താഴ് ഭാഗത്തേക്കും 5 അടയാളപ്പെടുത്തി കൊടുക്കാം. ഈ ജസ്റ്റിന്റെ വിഡ്ത്തായിട്ട് നമുക്കൊരു 8 ഇഞ്ചും അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ ആം ഹോൾ വരച്ചിട്ട് എടുക്കാം. ഇനി നമുക്ക് ലെങ്ത് ആയിട്ട് നമ്മൾ ഷേപ്പ് ലെങ്ത് ആയിട്ട് നമ്മൾ ഇലാസ്റ്റിക് ഇവിടെയാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ അവിടുന്ന് തൊട്ടിട്ട് താഴ് ഭാഗത്തേക്ക് അതിന്റെ ഫുൾ ലെങ്ത് ആയിട്ട് നമുക്ക് 14 ഇഞ്ചുമാണ്. ഷേപ്പിന്റെ അവിടുന്ന് തൊട്ടിട്ടാണ് ഞാൻ 14 ഇഞ്ച് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫുൾ ലെങ്ത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുത്ത് കൊടുക്കാം. ശേഷം ഒന്ന് ഫുള്ളായിട്ട് ജോയിൻ ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അളവും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്കൊക്കെ എത്രയൊക്കെയാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്യാം. ശേഷം ഇനി നമ്മൾ ഈ ഒരു 8 ഇഞ്ച്, അതായത് നമ്മൾ ഷേപ്പ് വിടുത്ത് അടയാളപ്പെടുത്തിയ സ്ഥലത്താണ് നമ്മൾ ഇലാസ്റ്റിക് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ബട്ടൺസ് ഒന്ന് കഴിക്കാം. ബട്ടൺസ് വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ആദ്യം ചെയ്യേണ്ടത് കേട്ടോ, അല്ലെങ്കിലൊക്കെ ഒന്ന് സ്ഥലം മാറിയിട്ട് പോവും. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഇനി ബാക്ക് സൈഡിലേക്ക് ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് നല്ല ഇതിൽ തന്നെ നിവർത്തിയിട്ട് വെച്ചു കൊടുക്കാം. ശേഷം നമുക്ക് ആ ഒരു 8 ഇഞ്ച് അടയാളപ്പെടുത്തിയ സ്ഥലത്ത് നേരെ ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇലാസ്റ്റിക് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ 2 സൈഡിലും നമ്മുടെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ 2 പീസിലായിട്ട് 2 സൈഡിലും നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുക. ശേഷം നമുക്ക് ബാക്ക് സൈഡിലും ഈ ഒരു ലൈന് നീട്ടിയിട്ട് വരച്ചു കൊടുക്കാം. ശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു 1/4 ഇഞ്ചിൻ്റെ ഒരു ഇലാസ്റ്റിക് ആണ് എടുത്തിട്ടുള്ളത്. ഇലാസ്റ്റിക്കൊക്കെ നിങ്ങളുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ശേഷം ഞാൻ ഇതുപോലെ ഇവിടെ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മൊത്തത്തിലുള്ള വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല, വീഡിയോ ലെങ്ത് ആയി പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഓരോരോ ഹുക്കുകൾ ഉണ്ടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് ഞാൻ ചെറിയൊരു പീസ്, ഒരു 1.5 ഇഞ്ചിൻ്റെ ഒരു പീസ് വീതിയിലുള്ളൊരു പീസ് എടുത്തിട്ട് അതിനെ ഒന്നിങ്ങനെ നല്ല വശത്തേക്ക് മറിച്ചിട്ട്, അതായത് ചീത്ത വശത്ത് വെച്ചിട്ട് അടിച്ചിട്ടോ 4 ഇഞ്ച് ലെങ്ത്തിലാണ് ഇത് മുഴുവനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അടിച്ചിട്ട് മറിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കത് ഇതിലൊന്ന് ഫിറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് 2 ബാക്ക് ഭാഗത്ത് 2 ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ മടക്കിയിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് പുറമെ സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമില്ല, അകത്തായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ആ ഒരു ഹുക്കിൻ്റെ അകഭാഗത്തായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. അതൊക്കെ നിങ്ങളുടെ ഒരു ഈസിക്ക് അനുസരിച്ചിട്ട് ചെയ്യുക. ഞാൻ ആദ്യം അകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി, പക്ഷെ അത് കുറച്ച് പ്രയാസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനിങ്ങനെ നമുക്ക് വേണ്ട ഷേപ്പിൽ പിടിച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. കണ്ടില്ല, അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സൈഡൊന്ന് കൂട്ടിയെടുക്കണം. സൈഡ് കൂട്ടിയെടുക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് കയ്യിൽ സ്ലീവിൻ്റെ സൈഡിൽ നമുക്ക് സ്ലീവ് വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സ്ലീവ് വെക്കാം. ഞാനിവിടെ കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് കയ്യിന് പൈപ്പിംഗ് ആയിട്ട് വെച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പൈപ്പിങ് ഞാൻ ക്യാമറ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചെരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ശരിക്കും ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യാത്ത കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. പൈപ്പിംഗ് വെക്കുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ പൈപ്പിങ്ങിൻ്റെ നല്ല ഭാഗവും ഷർട്ടിൻ്റെ നല്ല ഭാഗവും കൂടെ വെച്ചിട്ട് നമ്മളിത് അപ്പുറത്തേക്ക് മറിച്ചിട്ട് എടുക്കലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മറിച്ചിട്ട് എടുക്കുമ്പോൾ നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് പൈപ്പിംഗ് ആയിട്ട് മറിഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഞാൻ സ്ലീവിൻ്റെ ഭാഗം പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ മതി കേട്ടോ, പറഞ്ഞുതരാം. അപ്പോൾ ഇനി ശേഷം നമുക്ക് ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കൂട്ടണം. അപ്പോൾ സൈഡ് കൂട്ടുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡും കൂട്ടി കൊടുക്കണം. അതുപോലെ തന്നെ അടിഭാഗം മടക്കി അടിക്കും വേണം. ഈ 2 സൈഡും കൂട്ടി കഴിഞ്ഞതിന് ശേഷം അടിഭാഗം മടക്കി അടിക്കലാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ അതിന് ശേഷം നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഞാൻ ഇതൊന്ന് ചെയ്തിട്ട് വരട്ടെ കേട്ടോ, എന്നിട്ട് കാണിച്ചു തരാം. ഇവിടെ അടിഭാഗം ഞാൻ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ മുൻഭാഗത്ത്, അവിടെ നമ്മൾ ഇങ്ങനെ വലിഞ്ഞിട്ട് നിൽക്കും അല്ലേ, നമുക്ക് ഇങ്ങനെ ഒരു വലിച്ചിലുണ്ടാവും. അപ്പോൾ ആ ഒരു വലിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്ക് അവിടെ ഒന്ന് കൂട്ടിയടിച്ചിട്ട് കൊടുക്കണം.
അപ്പോൾ ഇവിടെ കൂട്ടി അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നിൽക്കുന്ന ഒരു വലിച്ചിൽ ഒഴിവാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഈ ഒരു 2 ഹുക്കുകളുണ്ട്, അതുകൊണ്ട് ഇവിടെ നമ്മളൊന്ന് കൂട്ടി അടിച്ച് വിചാരിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട് പ്രയാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. 2 ബട്ടൺസ് അവിടെ ഓൾറെഡി മുകളിലുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് നമുക്ക് അവിടെ കൂട്ടിയടിച്ചെന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഫുള്ള് ഓപ്പൺ ആവില്ല എന്നേ ഉള്ളൂ കേട്ടോ. ഇനി കുഴപ്പമൊന്നുമില്ല. എന്താണ് നമുക്ക് കുട്ടികൾ അത്യാവശ്യം തടിയൊക്കെ ഇല്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് വലിഞ്ഞ് നിന്നൊന്നും വിചാരിച്ചിട്ട് അറിയാമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒക്കെ ഞാൻ അതിനൊരു പട്ട കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പീസ് എടുത്തിട്ടുണ്ട്. 3.5-4 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ്. പിന്നെ അതുപോലെ ഇതിൻ്റെ മൊത്തത്തിലുള്ള ലെങ്ത്ത് നമുക്കൊന്ന് അളന്ന് നോക്കാം. അപ്പോൾ ഇത് 45 ഇഞ്ച് ഉണ്ട് കേട്ടോ ലെങ്ത്ത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക, എത്ര വലിപ്പമുള്ള കയറാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിതിനെ ജസ്റ്റ് ഒന്ന് സെൻറ്റർ നോക്കി ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ശേഷം ഇവിടെ ഇങ്ങനെ 4 ഇഞ്ച് വിടത്തിൽ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അടിഭാഗത്തേക്ക് എത്തിയപ്പോൾ കുറച്ച് വീതി കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഇങ്ങനത്തെ ജസ്റ്റ് കയറ് കൊടുക്കുന്ന ഈ ഒരു ഇതിന് അടിഭാഗത്ത് കുറച്ച് വീതി എനിക്ക് കൂടുതൽ അവൻ്റെ ഇഷ്ടമാട്ടോ. അപ്പോൾ ഇനി ഇതിലൂടെ ഇങ്ങനെ അടിക്കുക, ഈ ഒരു സൈഡിലൂടെ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ പുറം മറിച്ചിട്ട് എടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഇതിൻ്റെ എൻഡ് ഭാഗം അടിക്കുന്നത് നമുക്ക് ലാസ്റ്റ് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനെ മറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഞാനിത് അടിച്ചതിന് ശേഷം ഇതിനെ പുറം മറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നല്ല ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൽ ഈ ഒരു ഫ്രോക്കിലൊന്നും ഇങ്ങനെ വെച്ച് നോക്കാം. നമുക്ക് എത്ര ഇതൊന്ന് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഇത് ലെങ്ത്ത് കൂടുതലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആദ്യം തന്നെ എത്ര അളവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു പീസ് ഇങ്ങോട്ട് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ജസ്റ്റ് ഞാൻ ഇതിനൊന്ന് കെട്ടി നോക്കട്ടെ, എന്നിട്ട് വേണം നമുക്ക് ഇതിനെ ലെങ്ത്ത് ഇനി മുറിക്കണോ നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര തന്നെ മതി. ഇനി നമുക്ക് ഇവിടെ ഒന്നും ഉള്ളിലേക്ക് മടക്കി അടിച്ച് കൊടുക്കുന്ന ടൈമിൽ നമുക്കിതിനെ കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇതിൻ്റെ ലെങ്ത്ത് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ കെട്ട് കൊടുക്കുന്നതും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇനി യൂണിഫോം ഫ്രോക്ക് പോലെ കറക്റ്റ് ചെയ്തിട്ട് അവിടെ നമുക്ക് ഹുക്കും ഇതും വെച്ചിട്ട് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഇനി ഞാൻ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഏതായാലും ഇനി ഇതിൻ്റെ ഇതിലൂടെ പുറം ഭാഗത്തിലൂടെ നമ്മളൊരു പ്രസ് അടി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ലാസ്റ്റ് എൻ്റെ ഭാഗത്ത് എത്തുന്ന ഈ ഒരു ടൈമിൽ ഇതിനത് കുറച്ചൊരു 4 ഇഞ്ച് ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പുറത്തിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്ത് പ്രസ് അടി കൊടുത്തിട്ടുണ്ട്. അതേ കണ്ടില്ലേ, ഇത് ഫുള്ള് ഞാൻ പ്രസ് അടി കൊടുത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എൻഡ് ഭാഗം വരെ പ്രസ് അടി കൊടുത്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ജസ്റ്റ് ഉടുപ്പിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും അതൊക്കെ കെട്ടൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ബട്ടർഫ്ലൈ ആയിട്ട് കെട്ടണമെങ്കിൽ കെട്ടാം, അതുപോലെ മുന്നിലേക്കാക്കി കെട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കെട്ടാം, ബാക്കിലേക്കാക്കി കെട്ടണമെന്നുണ്ടെങ്കിൽ അതുപോലെ കെട്ടാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഞാൻ ഇവിടെ ജസ്റ്റ് ഇപ്പോൾ ബാക്കിലേക്ക് കെട്ടിയിട്ടൊന്ന് കാണിക്കാം. ഞാൻ വീഡിയോ തുടങ്ങിയ ഒരു ടൈമിൽ മുന്നിലേക്ക് കെട്ടിയിട്ടുള്ള വീഡിയോ ഫോട്ടോസുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് തന്നേലും കാണാമല്ലോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇനിയും ഇതുപോലത്തെ പുതുപുത്തൻ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടേക്ക് കെയർ, ബൈ.